ഇന്ന് ഞാനവിടെ കാണിക്കുന്നത് ബീഫ് കൊണ്ടാട്ടം. സാധാരണ ബീഫ് ഫ്രൈക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടമാണ്. അപ്പോൾ അതിൽ നിന്നും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ഒരു റെസിപ്പിയാണ് ഇന്ന് ഞാനവിടെ കാണിക്കുന്നത്. അപ്പം നമുക്കിന്ന് ബീഫ് കൊണ്ടാട്ടം ഉണ്ടാക്കാം. ഇപ്പൊ ബീഫ് ഞാൻ 1 കിലോ ബീഫാണ് ബീഫ് കൊണ്ടാട്ടത്തിന് എടുത്തത്. ഇപ്പൊ ഇത് ബീഫിന്റെ കളർ റെഡിന് പകരം ഒരു വൈറ്റ് കളറായിട്ടുണ്ട്. അതിന്റെ കാരണം ഇപ്പൊ ഇന്നലെ വാങ്ങിച്ചുകൊണ്ട ബീഫ് ഉണ്ട് അത്. അപ്പൊ ഇന്നലെ വാങ്ങിച്ചുകൊണ്ടപ്പോ എന്റെ ഫ്രീസറിൽ വെച്ചു. അപ്പൊ ഫ്രീസറിൽ വെച്ചപ്പോ അത് കഴിഞ്ഞിട്ട് ഇന്ന് എടുത്തപ്പോ അതിന്റെ ഐസ് പോകാൻ വേണ്ടിട്ട് കുറെ നേരം വെള്ളത്തിൽ വെച്ചു. അപ്പൊ വെള്ളത്തിൽ വെച്ച കാരണമാണ് ഇതിന്റെ കളർ റെഡൊക്കെ പോയിട്ട് വൈറ്റ് ആയത് കേട്ടോ. അങ്ങനെ ബീഫ് തന്നെയാണ്. അപ്പൊ നമുക്കിനി ഉണ്ടാക്കാൻ തുടങ്ങാം. ഇനി നമ്മള് ബീഫ് ഒന്ന് മാരിനേറ്റ് ചെയ്യാൻ പോകും. മുളക് പൊടി 1.5 ടീസ്പൂൺ മുളക് പൊടി, കുരുമുളക് പൊടി 1.5 ടീസ്പൂൺ മതി, ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയുടെ പൊടി, മല്ലിപ്പൊടി 1 ടീസ്പൂൺ, ഇനി മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ഉപ്പ് നമുക്ക് ഇപ്പൊ ഇത്ര ഉപ്പിടാം, ആവശ്യത്തിന് ഉപ്പിടാം. പിന്നെ നോക്കിയിട്ട് നമുക്ക് ചേർക്കാം. ഞാൻ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുത്തിട്ടുണ്ട്. ഇതും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പൊ കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു നമുക്ക് എല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്യാം. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. അധികം വെള്ളം ഒഴിക്കണില്ല. നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്, അപ്പൊ വെള്ളം ഒഴിച്ചപ്പോ ഉപ്പ് നോക്കിയപ്പോ കുറച്ച് പോരായുണ്ട്. അപ്പൊ ഞാൻ കുറച്ചും കൂടി ഉപ്പ് ഇട്ടു. നമുക്കിത് വേവിക്കാൻ വെക്കാം. അപ്പൊ ബീഫ് ഇതേ വെന്തിട്ടുണ്ട്. അപ്പൊ നല്ലോണം വെന്താണ്. കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു ബീഫിൽ. അപ്പൊ ഞാൻ ഈ വെള്ളമൊക്കെ വറ്റിച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടാറാൻ വെച്ചിട്ട്, ചൂടാറി കഴിഞ്ഞിട്ട് നമുക്കിത് ഒന്ന് വറുത്തെടുക്കാം. ബീഫ് നല്ലോണം ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ നല്ലോണം പറഞ്ഞാൽ ഒരുവിധം ചൂടാറി നമുക്ക് കൈ കൊണ്ട് നടക്കാൻ പറ്റും. മുട്ട എടുത്തു. അര ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഇതൊരു ക്രിസ്പി ആവാനായിട്ട് ഒരു ടീസ്പൂൺ അരിപ്പൊടി, കോൺഫ്ലോർ 2 ടേബിൾ സ്പൂൺ. ഇതെല്ലാം കൂടി മിക്സ് ചെയ്യാം. ഇതെല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതിലോടിട്ടിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്യാം. ഇതിപ്പോ 2-3 സ്റ്റെപ്പാണ് ഈ കൊണ്ടാട്ടം ചെയ്യാനായിട്ട്. അപ്പോൾ ഇങ്ങനെ 3 സ്റ്റെപ്പ് ഉള്ളതാണ്. എന്നാലും അത്ര വലിയ ബുദ്ധിമുട്ടായിട്ടുള്ളതൊന്നും അല്ല. അത് 2-3 സ്റ്റെപ്പ് ഉണ്ട്. ഇങ്ങനെ ആദ്യം വേവിക്കണം, പിന്നെ അത് ഫ്രൈ ചെയ്യണം, പിന്നെ മറ്റേത് ഒന്ന് താളിക്കില്ലേ നമ്മള് കറി, അതുപോലെ ചെയ്യണം. അപ്പൊ അങ്ങനെ 2-3 സ്റ്റെപ്പാണ് ഇതിനുള്ളത്. നമുക്കിപ്പോൾ ഇതിൻ്റെ പേസ്റ്റ് റെഡി ആയിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്യാം. ഈ കുറച്ച് ഉപ്പ് എടുത്തിടാം കേട്ടോ. അപ്പോൾ ഞാൻ എനിക്ക് കുറച്ച് ഉപ്പ് പൊടി ഇടണം. ഇതിലേക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്യാം. ഇതിപ്പോൾ മിക്സ് ചെയ്തു. നമുക്കിനി ഇത് കുറേ നേരം ഒന്നും വെക്കാനില്ല. നമുക്കിനി വറുക്കാം. വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കണേ, സൺഫ്ലവർ ഓയിലൊന്നല്ല. അപ്പൊ നമ്മുടെ സാധാരണ ഇതിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നതന്നെ നല്ലത്. ഇപ്പൊ എണ്ണ നല്ലോണം ചൂടായി വന്നിട്ട് നമുക്കിനി ഈ ബീഫ് ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് അത് കുറെ നേരം നമുക്ക് ഇത് വറുത്ത് മൊരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നമ്മളിത് നല്ലോണം വേവിച്ച ബീഫാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വെറുതെ ഒന്ന് ഇതിന്റെ പുറം ഭാഗം ഒന്ന് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മൊരിച്ചെടുത്താൽ മതി. അപ്പോൾ കുറേ നേരം മൊരിച്ചെടുത്ത് കഴിഞ്ഞാൽ ഭയങ്കര ഹാർഡാവും. നമുക്ക് വേഗം ഇത് മൊരിച്ച് ഞാനതൊക്കെ ഇടണം കേട്ടോ. ഇത് വേഗം നമുക്ക് മൊരിച്ചിട്ട് ഇത് വാരിയെടുക്കാം. ഒന്ന് ഓരോ ഭാഗം ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കാം. ഒരുവിധം
ഇപ്പോൾ ഒരു വിധം ഫ്ലെയിമിൽ ഞാൻ ഒട്ടും കുറച്ച് വെച്ചിട്ടുണ്ടായില്ല. കുറച്ച് വെക്കണത് നമ്മൾ ഉള്ളിലൊക്കെ വേവാൻ വേണ്ടിയിട്ടല്ല കുറച്ച് വെക്കണ്ടേ. നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ പുറമേ മാത്രം ഒന്ന് ക്രിസ്പി ഒന്ന് മുരിഞ്ഞ് കിട്ടിയാൽ മതി. അപ്പോൾ ഈ കൂട്ടി തന്നെ വെച്ചിട്ട് നമ്മളിത് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തു. നമുക്ക് ഇതിലേക്ക് വാരിടാം. ഈ ഓയിൽ ഇതിൻ്റെ ഫുള്ള് നമുക്ക് ആവശ്യമില്ല. അപ്പോൾ നമുക്ക് കുറച്ച് ഓയിൽ മാത്രം മതി. അപ്പോൾ ഞാൻ ഇതൊന്ന് അരിച്ചിട്ട് ഇതിൻ്റെ ഓയിൽ മാത്രം എടുക്കട്ടെ. ജീരകം, പെരുംജീരകം അതിട്ട് കൊടുക്കാം. വെളുത്തുള്ളി, ഇഞ്ചി. ഇഞ്ചി ഇങ്ങനെയാണ് ഞാൻ കട്ട് ചെയ്തത്, നീളത്തിൽ. അപ്പോൾ ഒരു ഈർക്കിലി പോലെ നീളത്തിൽ. അപ്പോൾ ഇതിനെ ജൂലിയൻ സൈസ് എന്നാണ് ഈ ഇഞ്ചി ഇങ്ങനെ കട്ട് ചെയ്യണമെന്ന് പറയും. ഇതൊന്ന് മിക്സ് ചെയ്യാം. ഞാൻ ഈ വെളുത്തുള്ളിയുടെ കാര്യം ഞാൻ പറഞ്ഞില്ല കേട്ടോ. വെളുത്തുള്ളി ഫുള്ളായിട്ട് അതിനെ ഒരു ഹാഫാക്കി, ഫുള്ളായിട്ട് ഒരു അല്ലി വെളുത്തുള്ളി എടുത്തിട്ട് അതിനെ ഹാഫാക്കി, അങ്ങനെയാണ് ഞാൻ ഈ വെളുത്തുള്ളി ഇട്ടത്. അപ്പം നമ്മൾ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നമ്മൾ പേസ്റ്റ് ഇട്ടിട്ടാണ് നമ്മൾ വേവിച്ചത്. അപ്പോൾ ഇനി നമ്മൾ പേസ്റ്റ് ഇടണ്ടേ, നമ്മളിപ്പോൾ ഇങ്ങനെ ചെയ്യണം. പേസ്റ്റാണ് ഇതിപ്പോൾ നമ്മൾ കുറച്ച് ഫ്രൈ ചെയ്തിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇത് കടിക്കുമ്പോഴൊക്കെ നല്ല ടേസ്റ്റാണ്. സബോള ഇട്ട് കൊടുക്കാം. സബോള നല്ല വലിപ്പമുള്ള സബോളയായിരുന്നു എടുത്തത്. അപ്പോൾ ഞാനത് കാരണം നോക്കിയിട്ട് 2 എണ്ണം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ നോക്കിയിട്ട് ഇടാനാണ് വിചാരിച്ചത്. ഞാനിപ്പോൾ ഒരെണ്ണം കേട്ടോ എടുത്തിട്ടുള്ളൂ. ബാക്കി ഞാൻ 2 എണ്ണം എടുത്തതെന്ന്. ഞാനിപ്പോൾ ഇത്രയും സബോള ഞാൻ ബാക്കി വെച്ച് ഒരെണ്ണത്തിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ ഞാൻ ഒരു സബോള ഇപ്പോൾ എടുത്തുള്ളൂ. ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ ബീഫ് വറുത്തെടുത്തതിലൊക്കെ ആവശ്യത്തിന് ഉപ്പൊക്കെ ഉണ്ട്. ഇതിലേക്ക് ഗ്രേവി ഇല്ല, ഈ സബോളയ്ക്കുള്ള ഉപ്പിന് ആവശ്യമുള്ളൂ. നമുക്ക് കുറച്ച് കാഷ്നട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അത് കുറച്ചുകൂടി മുന്നിട്ട് കൊടുക്കേണ്ടതായിരുന്നു. ഇതേ ഈ പരുവായിട്ടുണ്ട് കേട്ടോ. നമ്മുടെ സബോളയും കാഷ്നട്ടും ഉള്ളിയും. ഇതിലിപ്പോൾ ഉള്ളിയും കാഷ്യൂ 1 ടേബിൾ സ്പൂൺ പെരിഞ്ചീരകത്തിന്റെ പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡർ 2 ടീസ്പൂൺ, ജീരകത്തിന്റെ പൊടി, ചെറിയ ജീരകമില്ല അത് 1/2 ടീസ്പൂൺ, ഗരം മസാല ഒരു 3/4 ടീസ്പൂൺ, കൂടെ തന്നെ നമുക്ക് നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ച ബീഫ് ഇട്ട് കൊടുക്കും. ഇപ്പം ഈ കുരുമുളക് പൊടിയും മറ്റു മുളക് പൊടിയൊക്കെ ഓരോരുത്തർ ഇഷ്ടവും ഇതൊക്കെ നോക്കിയിട്ട് നമുക്ക് ഇതിൽ വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. ചിലപ്പോൾ ഇതിൽ ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടിയും ചേർക്കാം കുരുമുളകൊക്കെ. ഗരം മസാല ഞാൻ 1 ടേബിൾ സ്പൂൺ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു മസാലയുടെ മണം കുറച്ച് കുറവുള്ള പോലെ എനിക്ക് തോന്നി. വേപ്പിലിട്ട് കൊടുത്തു. പച്ചമുളക് ആദ്യം ഇടുമ്പോഴേ ഭയങ്കരമായിട്ട് അത് ഉടഞ്ഞു പോണു. അപ്പോൾ അത് കാരണമാണ് ഞാനത് ലാസ്റ്റത്തേക്ക് വെച്ചത്. അപ്പോൾ കുറച്ച് ഭംഗിയും കൂടെ വരില്ല അതിന്. 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഇട്ടു. സോയാ സോസ് ഒരു 1.5 ടീസ്പൂൺ സോയാ സോസ് ഇട്ടു കേട്ടോ. നമുക്കിത് ഇളക്കി കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ നമ്മുടെ ഇടിമുളക് എന്ന് പറയാം, ഉണക്കമുളക്, ഡ്രൈ ചില്ലി, അത് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കണം. കുറച്ചുകൂടി നമ്മുടെ സബോള കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇട്ട് കൊടുക്കാം. ഞാൻ
ഫ്ലെയിം ഓഫ് ആക്കിയിട്ടാണ് കേട്ടോ. നമുക്കിനി ഫ്ലെയിമിൻ്റെ ആവശ്യമില്ല. ഇനി ലെമൺ, കുറച്ച് ലെമൺ ഒഴിച്ചു കൊടുത്തു. ബീഫ് കൊണ്ടാട്ടം ഇപ്പോൾ റെഡിയായി. ഇപ്പോൾ കുറച്ച് മല്ലിയില ഉണ്ടെങ്കിൽ അതുകൊണ്ട് ചേർത്താൽ നല്ലതാണ്. പിന്നെ ബീഫ് വറുത്ത് കോരുമ്പോൾ കുറേ നേരം എണ്ണയിലിട്ട് വറുക്കരുത്, അത് ഹാർഡായി പോവും, ടേസ്റ്റ് ഉണ്ടാവില്ല. പെട്ടെന്ന് തന്നെ വറുത്ത് കോരിയെടുക്കുക. പിന്നെ എണ്ണയിൽ വറുത്ത് കോരിയില്ലെങ്കിൽ തന്നെ ഒരു ഫ്രൈ പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിലൊന്ന് ജസ്റ്റ് ഒന്ന് മൊരിച്ചെടുത്താൽ മതി. അത് കഴിഞ്ഞിട്ട് മസാല ചേർക്കുക. അപ്പോൾ അതങ്ങനെയും നമുക്കിത് ചെയ്യാം. ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലതാണിത്. നല്ല ടേസ്റ്റാണിത് കഴിക്കാനായിട്ട്. നിങ്ങൾ ഒരു തവണയെങ്കിലും ഇത് ഉണ്ടാക്കി നോക്കണം. പിന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്കിത് ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്തോളൂ. പിന്നെ കമൻസ് ഒന്ന് അറിയിക്കണം. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി നമുക്ക് അടുത്ത് തന്നെ കാണാം.